ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിലുണ്ടായിട്ടുള്ള ചേമ്പ് പറിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. നമുക്ക് കണ്ടാലോ, ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ ചേമ്പ്. അതിൽ ഏറ്റവും വലിയ ചേമ്പാണ് നമ്മളിന്ന് പറിക്കുന്നത്. നമുക്ക് ചേമ്പ് പറിക്കാം. ബൈ. ചേമ്പിൻ്റെ ചുറ്റുള്ള ആ പുല്ലൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ആ ചേമ്പ് പറിച്ചെടുക്കുന്നത്. അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുല്ലൊക്കെ ഒന്ന് ചെത്തി അവിടെ വെടുപ്പാക്കി എടുക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് പുല്ലുണ്ട് നമ്മുടെ പറമ്പിൽ. പക്ഷേ ആ പുല്ലൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ ആ പുല്ലൊക്കെ ഒന്ന് ചെത്തിയിട്ട് അവിടെയൊക്കെ ഒന്ന് മണ്ണ് ഇളക്കിയിട്ട് വേണം നമ്മൾ ആ ചേമ്പ് ഒന്ന് ഇളക്കി എടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഇളക്കിയില്ലെങ്കിൽ ആ ചേമ്പ് ഉണ്ടായേക്കണതൊക്കെ ഞങ്ങൾ പൊട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ ഇളക്കി എടുക്കുകയാണ്. അത്ര വലിയ സുഖമൊന്നും ഇല്ല ഇത് എടുക്കാനായിട്ട്. അത്യാവശ്യം നന്നായിട്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ മണ്ണ് ഇളക്കി എടുത്ത കാരണം ചേട്ടന് കുറച്ചുകൂടി സുഖമായിട്ട് എടുക്കാൻ പറ്റി. തന്നെ ഒറ്റയ്ക്ക് തന്നെ ആൾ പൊന്തിച്ചെടുത്തോട്ടാ. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ചേമ്പ് അതും ഉണ്ടായിരുന്നു കേട്ടോ. ചേമ്പ് അത്യാവശ്യമായിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചേമ്പ് അവിടെ നിർത്തായിരുന്നു. പക്ഷെ ഞങ്ങളുടെ അവിടെയൊക്കെ എന്ന് വെച്ചാൽ പന്നിയൊക്കെ വരും. അത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ പറിച്ചെടുത്തത്. അങ്ങനെ ചേട്ടൻ ഓരോന്നോരോന്ന് പറിച്ച് കൊട്ടയിലാക്കുകയാണ് ചെയ്തത്. അത്യാവശ്യം നന്നായിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേമ്പ് പറിക്കാനായിട്ട് നേതൃത്വം നൽകിയത് അപ്പച്ചനാണ്. കാരണം അപ്പച്ചനാണ് ചേമ്പൊക്കെ ഇവിടെ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത്രയും കൂടുതൽ ഇതുമേ ഉണ്ടാകുമോ എന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഇത്രയും കൂടുതൽ കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആയിട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും കൂടുതൽ കിട്ടുന്നത്. ഒരു കട പറിച്ചപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു 3 കിലോൻ്റെ അടുത്ത് ചേമ്പ് കെട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി അടുത്തത് പറിച്ചു നോക്കാം. ഓക്കെ, അടുത്ത പ്രാവശ്യം നടാം. അപ്പോൾ അടുത്ത ചേമ്പ് പറിക്കാനായിട്ട് ഞാനാണ് ഫസ്റ്റ് നേതൃത്വം കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ആദ്യമായിട്ട് പണിയെടുക്കാൻ വേണ്ടത്. ഓരോന്ന് അങ്ങനെ വിട്ടു. മടിച്ചുകൾ വന്നിരുന്ന പോലെ പോലെ ഉണ്ടാവും. ചേമ്പ് പറിക്കലും മഹാമഹാണ്. ചേമ്പ് പറിക്കല് കാണാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ബസ്റ്റിന്റെ ഭാഗത്തേക്കുള്ള അടിയുന്നല്ലേ വേണ്ട അങ്ങോട്ട് കിടന്ന് കണ്ടാ കാട്ടി പിടിക്കാൻ കള്ളക്കടയത് താഴേക്ക് പൊട്ടിച്ചാ കണ്ട് അവിടെ നിൽക്കും. മുകളിലേക്ക് പൊട്ടിച്ചാൽ അത് കറക്റ്റ് പൊട്ടിക്കണം. കറക്റ്റ് പൊട്ടിക്കണം. അങ്ങനെ കറക്റ്റ് പക്ഷേ നമ്മൾ മൂക്ക് നോക്കിയെന്നാലേ ചിലപ്പോൾ പണി കൊണ്ട് പോകും. ഞാൻ നമ്മുടെ ഇത്രയും പണിയെടുത്തല്ലേ മനസ്സന്തോഷിക്ക് വേണ്ടിയിട്ട് കണ്ടത് പുറത്തതാ. അതില്ല തിരിച്ചൊക്കെ ഉണ്ടാവും, അടിയുണ്ടാവും. അത് അടിക്ക് പിടിച്ചാൽ താഴെയുള്ളതൊക്കെ അടിക്ക് പിടിക്കും. ചേമ്പിൻ്റെ പറിക്കാനുള്ള സമയമാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കട. ഇത് നമ്മൾ അടുത്ത പ്രാവശ്യം നടാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഒരു എണ്ണം കൂടി ഉണ്ട് കേട്ടോ. പിടിച്ചില്ലേ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയും. ഇപ്പോൾ
ശേഷം നമ്മള് ഇതില് കട്ട് ചെയ്ത് കളയും. എന്നിട്ട് ഇവിടുന്ന് ഇതാണ് കാട്. എന്നിട്ട് ഇനി ഉണ്ടാവുക ഇതിന്റെ മുകളിലാണ് കണ്ട. കണ്ണിന്റെ അവിടെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇനി നടാന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതും അടുത്ത പ്രാവശ്യം നടാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കാനേ. നമുക്ക് 2 കട നമ്മൾ പറിച്ചില് നമുക്ക് ഏകദേശം ഒരു 5-8 കിലോ ചേമ്പ് കിട്ടിയിട്ടുണ്ട്. പടം കിട്ടി. നമുക്ക് പോവാം. ബൈ ബൈ. നമുക്ക് ഇവിടെ എൻ്റെ അപ്പച്ചനുണ്ട്, രോഷനയുടെ അപ്പച്ചനുണ്ട്. രോഷനയുടെ അപ്പച്ചനാണ്. ഇതാണ് ഒരു കടയിൽ നിന്ന് 2 കിട്ടിയ രണ്ട് കടയിൽ നിന്ന് കിട്ടിയ ഫലം. നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിക്കുക. അടുത്ത കൃഷി ഇറക്കാൻ വേണ്ടി ഇതിന്റെ തള്ളേനെ മാറ്റി വെച്ചിട്ടുണ്ട്.